സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്കാണ് സാധ്യത. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ കേരള തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മഴയെ തുടർന്ന് തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്നാലും വലിയ ദുരിതമായിരുന്നു തലസ്ഥാനത്തുണ്ടായിരുന്നവർക്ക് ഇന്നലെ നേരിടേണ്ടി വന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, പഴവങ്ങാടി സ്ഥലത്തൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് അവിടെ ആളുകൾ നടന്ന് നീങ്ങിയത് എന്നറിയില്ല, ചെളിക്കുണ്ട് പോലെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് പരിഹാരമായോ? ഇത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നമുണ്ടായത് പതിവില്ലാത്ത തരത്തിൽ? എന്തോ പതിവിലും വിപരീതമായിട്ടാണ് ഇത്തവണ മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു വന്നത്. അതിൽ പ്രധാനമായും തമ്പാനൂർ മേഖലയിലാണ് വെള്ളക്കെട്ട്. അത് സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ മഴ കനക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വരാറുള്ളത്. പക്ഷേ ഇത്തവണ ചെറിയൊരു മഴയ്ക്ക് പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത കനത്ത മഴയിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുൻവശത്തും മറ്റും ചാക്കയിലടക്കമുള്ള പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടത്. അതിൽ പിന്നീട് കോർപ്പറേഷൻ അധികൃതർ ഇടപെട്ടുകൊണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണോ എന്ന കാര്യത്തിൽ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവിടെ വെള്ളക്കെട്ടിൻ്റെ സാഹചര്യമില്ല. കാരണം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ പക്ഷേ ഇനി വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളക്കെട്ട് ഈ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നു. നമുക്കറിയാം, പഴവങ്ങാടി മേഖല, ഒപ്പം തന്നെ തമ്പാനൂർ മേഖല എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങൾ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ പുറമേ നിന്നടക്കം ആൾക്കാർ വന്ന് വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് പൊതുജനത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം ഇത് കോർപ്പറേഷന് മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല എന്നാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് ഒരു പരിഹാരം തേടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് ശാശ്വതമായ പരിഹാരം ഇപ്പോൾ അടുത്തൊന്നും, അതായത് പെട്ടെന്നൊന്നും അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന, മേയറുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം നടക്കാൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും മഴ തുടരും. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട്. അപ്പോഴും വെള്ളക്കെട്ട് തുടരാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം അത്തരത്തിലുള്ള, അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയെങ്കിൽ പോലും അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടിയന്തര ഇടപെടൽ എങ്ങനെ നടത്തും എന്ന കാര്യത്തിൽ കോർപ്പറേഷനിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രധാനപ്പെട്ട, അതായത് ഏറ്റവും തിരക്ക് ഏറിയ സ്ഥലങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. അത് പരാതികളുമായി ജനങ്ങൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാത്ത, അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അധിക സമയം നിലനിൽക്കാത്ത രീതിയിലേക്ക് അതിനൊരു പരിഹാരം കാണാനുള്ള നീക്കത്തിലാണ് കോർപ്പറേഷൻ. ഹെൽത്തും റൈറ്റ്. എന്നാലും വെള്ളക്കെട്ടിൻ്റെ പരിഹാരം കോർപ്പറേഷൻ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും മേയറുടെ പ്രതികരണവും അല്പസമയത്തിനകം തന്നെ സാരംഗ് തേടുമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും ഇന്ന് പ്രതികരിക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും അതിനെ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.